എന്റെ കാരണം എന്താണ് ബ്രോ? എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ സ്ഥിരം? കഥയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ കാണാനുള്ള അവസാനം വീണ എന്തോ ഉണ്ട് അത് വേറെ ഒന്നുമില്ല, കഥ ഒന്നുമില്ല. കോമഡി ഇതിന് വർക്ക് ആവുന്നുണ്ടോ ബ്രോ? ഒന്നുമില്ല, കഥയെന്ന് പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് 1.25 ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. 1.25 മണിക്കൂറുള്ള കഥ ചുമ്മാ കാണാം. ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ പറയാനുണ്ട്. സ്ഥിരം ധ്യാനത്തിന്റെ പടം തന്നെ, ഇതിലും വലിയ മാറ്റമൊന്നുമില്ല. അതെങ്ങനെയുണ്ട്? കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള പോലെ ഫ്രണ്ട്സ് ആയിട്ട് വന്നാൽ ചിരിച്ചോണ്ടിരിക്കാം, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നോട് എല്ലാവരും അഭിനയം പറഞ്ഞോ. അഭിനയൊന്നും അത്ര നന്നായിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു സീരിയസ് ഇഷ്യൂവിന്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അതിലും വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ലായിരുന്നു. ഓവറോൾ കണ്ടിരിക്കാനുണ്ടോ? ആ കേസൊക്കെ എങ്ങനെയുണ്ട്? കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ മാസം മലയാളത്തിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ മോശൻ റീല് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പുള്ളിക്ക് തന്നെ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ കൊടുത്ത് കാണാനുള്ളതൊന്നും ഇല്ല എന്നാണ് എനിക്കും പറയാനുള്ളത്. പടത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും മറ്റേ അവര് തന്നെ പറയുന്നുണ്ട് പടക്കം പൊട്ടിയും. അതുകൊണ്ട് അതാണ് അവസ്ഥ. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പൈസ കൊടുത്ത് കാണാനുള്ള ഒരു ലെവലൊന്നും ഇല്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു ഓറ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ട ആ ഒരു സംഭവത്തിന് വേണ്ടി വന്നതാണ്. കുഴപ്പമില്ല, ഒരു വട്ടം കാണാം. ക്ലൈമാക്സ് കൊള്ളത്ത്. തിയേറ്ററിൽ നിന്ന് കണ്ടില്ല, ടി വിയിൽ കുഴപ്പമില്ല. ഒരു 40% റൈറ്റിംഗ് വീക്കാണ്, സ്ക്രീൻ പ്ലേ കുറച്ച് വീക്കാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ സീൻ ബൈ സീൻ ആണല്ലോ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത്, അതില്ല. അല്ലാതെ ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ധ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ നമ്മുടെ മേ ബി എപ്പോഴും ഇന്റർവ്യൂവിൽ കണ്ട് അതേ ഇത് തന്നെ. ഇതിന്റെ ഒന്നുമില്ല, ഒരു വട്ടം കാണാം. ജസ്റ്റ് ഹ്യൂമർ വീക്കാണ്, ഹ്യൂമറും വീക്കാണ്. പക്ഷേ ധ്യാന്റെ ഒരു ഇതുവരെ അഭിനയിച്ചതിൽ എങ്ങനെയുണ്ട് പടം? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? തിയേറ്ററിൽ ഒന്ന് കാണുന്നത്.